ഭർത്താവ് ചിരിച്ചു കിട്ടാൻ ദ്വാരക്കണേ. എന്തുട്ട് ദ്വാ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അതിന്? ഭർത്താവ് ചിരിക്കാനുള്ള ദ്വാ എന്നും പറഞ്ഞ് നബിതങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഭർത്താവ് ചിരിക്കാനുള്ള ദ്വാ എന്നും പറഞ്ഞ് നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വഭാവം നന്നാവാനുള്ള ദ്വാ ഉണ്ട്. കേട്ടുപിടിച്ചോ, സ്വഭാവം നന്നാവാനുള്ള ഒരു ദ്വായുണ്ട്. ഈ ദ്വാ നമ്മൾ എവിടെ? ഒരു പേപ്പറിൽ എഴുതുക. ഒരു പേപ്പറിൽ എഴുതുക. ഇന്ന് തന്നെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് നമ്മുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോ ഒരു പേപ്പറിൽ എഴുതുക. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഹസ്സിൻ ഖുൽഖി, എന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ, കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവവും നീ നന്നാക്കണേ അല്ലാ. ഈ ദുആ നമ്മുടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എവിടെയാ വെക്കേണ്ടെന്നറിയോ? ഷോക്കേസിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അലമാരിയുടെ കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടിയിൽ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കണം. ഏതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു ദിവസം 5 വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ പോകും. ഒന്ന് അങ്ങോട്ടിരി, ഒന്ന് ഇങ്ങോട്ടിരി. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ പൊട്ടി 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 ഇട്ടിട്ട് അല്ലേ? ഓരോ കല്യാണത്തിന്റെ കോപ്രായങ്ങളെ, ഓരോ കല്യാണത്തിന് പോകുന്ന ഒരു പെണ്ണ് കല്യാണ പെണ്ണായി ആ ഒരു പുതുമണവാട്ടിയായി ഇറങ്ങുമ്പോ അവളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ അവളുടെ സ്വർണം പോട്ടെ, അവളുടെ ഡ്രസ്സും, അതുപോലെ തന്നെ ഓള് ശരീരത്തിൽ വാരി തേച്ചിട്ടുള്ള ക്രീമുകളും, ഒരുപാട് പേരുണ്ടല്ലോ, അതൊന്നും പേരൊന്നും ഓർമ്മയില്ല, പേരൊന്നും അറിയാനും പാടില്ല. ഒരുപാട് ക്രീമുണ്ട്, പുട്ടിയുണ്ട്. അതിന്റെയൊക്കെ വില നോക്കിയാൽ ഒരു 2.5-3.5 ലക്ഷത്തോളം വരും. അത്രമാത്രം. എന്റെ പൊന്നുസ്താദ് ഇത് തള്ളാൻ തോന്നണ പറഞ്ഞു. ഞാൻ തള്ളു പറഞ്ഞതല്ല, നുണ പറഞ്ഞതല്ല. അങ്ങനത്തെ കല്യാണങ്ങൾ നടക്കാറുണ്ട് എന്റെ ഉമ്മ. നമ്മൾ ഈ പിണർമുണ്ടയിലെ കല്യാണം അല്ലേ കണ്ടിട്ടുള്ളൂ. മലബാർ ഭാഗത്തേക്ക് പോണ എന്താ, അതാണ് കല്യാണം. ലക്ഷക്കണക്കിന് രൂപയുടെ വാരി പൊത്തുകയാണ്. പൈസ ഉള്ളവർക്ക് എന്തോ ആവട്ടോ, പക്ഷെ അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. എന്ന് വെച്ച് കല്യാണ പെണ്ണ് ഒരുങ്ങണ്ടെന്നല്ല, ഒരുങ്ങണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമാണ് ആ കല്യാണ പെണ്ണായി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ആ പുതിയാപ്പിളയുടെ കൂടെ കാറിൽ പോകുന്ന സന്ദർഭം. അല്ലേ? വാപ്പമാരൊക്കെ എന്ത് കരച്ചിലാ. ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷയം തീരൂല. പറഞ്ഞു വന്നത് അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഈ ദുആ നമ്മൾ കണ്ണാടിയിൽ എഴുതി വെക്കണം. കണ്ണാടി നോക്കുന്ന സമയത്തെല്ലാം ഈ ദുആ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മൾ പറയണം, അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ചെയ്യോ എന്തുട്ട് ഹിജാബിലെ പെണ്ണുങ്ങളാണ്. ചെയ്യോ, ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ചെയ്യോ. അപ്പൊ ദുആ ഏതാണെന്ന് പറഞ്ഞേ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ചെറിയൊരു ദുആയ, മക്കളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ദുആയ. എപ്പോ കണ്ണാടി നോക്കിയാലും ഈ ദുആ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഇങ്ങനെ നല്ല സ്വഭാവമുള്ള ഈ മനുഷ്യനാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കടന്നു പോകുന്നത് 6 ഘട്ടങ്ങളിലൂടെയാണ്. വിശാലമായ വിഷയമാണ്, ചുരുക്കി പെട്ടെന്ന് പറയുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത് 6 ഘട്ടങ്ങളിലൂടെയാ. 6 ഘട്ടങ്ങളിലൂടെയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലയോ സ്വഹാബത്തേ, ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത് 6 ഘട്ടങ്ങളിലൂടെയാ. ഒന്നാമത്തെ ഘട്ടമേതെന്നറിയോ? ഒന്നാമത്തെ ലോകമേതെന്നറിയോ? അത് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. നമ്മളൊക്കെ ഈ ദുനിയാവിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാല വിസ്തൃതമായ ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂട്ടിയെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമ്മളൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാക്കളെ എല്ലാം അല്ലാഹു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിരുന്നു. ആ ആത്മാക്കളൊക്കെ പരസ്പരം കണ്ടുമുട്ടിയവരുണ്ടോ? പരസ്പരം സംസാരിച്ചവരുണ്ടോ? പരസ്പരം പൊരുത്തപ്പെടിപ്പിച്ചവരുണ്ടോ? പരസ്പരം മിണ്ടിയവരുണ്ടോ? അവരെല്ലാവരും ഈ ദുനിയാവിൽ വെച്ച് പരസ്പരം മിണ്ടുമെന്ന്, പരസ്പരം സംസാരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹ്
അർശദാകുന്ന ഞാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകത്ത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ സമയത്ത് ഈ ഞാനാകുന്ന മനുഷ്യൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഞാനാകുന്ന മനുഷ്യൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. നമ്മൾ ആത്മാക്കൾ തമ്മിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും. അങ്ങനെ ആ ആത്മാക്കളുടെ ലോകങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്നും നമ്മുടെ പിതാക്കന്മാരുടെ മുതുകകളിലൂടെ സഞ്ചരിച്ച് മാതാവിന്റെ ഗർഭാശയത്തിൽ 3 കോടിയിലധികം വരുന്ന ബീജഗണങ്ങളിൽ ഒരാളായി മാറി ഒരു മനുഷ്യ കുഞ്ഞായി നമ്മുടെ ആ രണ്ടാമത്തെ ലോകമാകുന്ന രണ്ടാമത്തെ ഘട്ടമാകുന്ന ആലമുൽ അർഹാം നമ്മുടെ ഉമ്മിച്ചാട വയറ്റിലാണ് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു വന്നത്. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അവിടെ നിന്നും നമ്മൾ എങ്ങോട്ട് വന്നു? നമ്മുടെ ഉമ്മിച്ചാട വയറ്റിലേക്ക് വന്നു. അതാണ് ആലമുൽ അർഹാം, ഗർഭാശയ ലോകം, കാരുണ്യ ലോകം എന്നാണ് അതിന് പറയാ. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. നമ്മുടെ ഉമ്മിച്ചാട വയറ്റിൽ നമ്മൾ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 സെക്കൻഡും കഴിഞ്ഞവരല്ലേ. അങ്ങനെ ഉമ്മിച്ചാട വയറ്റിൽ നിന്നും നമ്മുടെ മൂന്നാമത്തെ ലോകമാകുന്ന ആലമുദ്ദുന്യാ, ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരികയാ. മൂന്നാമത്തെ ലോകത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ ലോകമുണ്ടല്ലോ, ഇതൊരു വഞ്ചനയുടെ ലോകമാണ്, ഇതൊരു പറ്റിപ്പിന്റെ ലോകമാണ്. ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് ബാധ്യതകൾ നമുക്ക് നിറവേറ്റാനുണ്ട്. നമ്മുടെ ഉമ്മയോട് നമുക്ക് ബാധ്യതയുണ്ട്, നമ്മുടെ വാപ്പയോട് ബാധ്യതയുണ്ട്, നമ്മുടെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, സഹോദരങ്ങളോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, നമ്മുടെ മഹല്ലുകാരോടെല്ലാം നമുക്ക് ഒരുപാട് കടമയും കടപ്പാടുകളുമുണ്ട്. എല്ലാത്തിലും ഉപരിയായി നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് സംഹരിച്ച് പരിപാലിക്കുന്ന പടച്ചവനുണ്ടല്ലോ. തുഹി മാലികേ ബഹുറോബർ ഹേ, തുഹി ഖാലികേ जिन्नो बशर है, तू असली है तू बदली है, तेरा नाम अली है अलीम है. പാരാവാരമായി പരന്നു കിടക്കുന്ന നീല പരവതാനി വിരിച്ച ഈ ആകാശ ലോകമുണ്ടല്ലോ, ആ ആകാശ ലോകത്തിനെയും ആ ആകാശത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ചെറു തുഞ്ഞാരം പക്ഷികളെയും നാം ജീവിക്കുന്ന, നാം വസിക്കുന്ന ഈ ഭൂമി ലോകത്തെയും ഈ ഭൂമിയെ ചുറ്റിക്കിടക്കുന്ന 4 സമുദ്രങ്ങളെയും ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് പോകുന്ന ചെറു പരൽ മത്സ്യങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച അല്ലാഹുവേ, ആ പടച്ചവനോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇന്ന് സുബഹി നമസ്കാരം എത്ര ആളുകളാണ് ഖളാ ആക്കാതെ നിസ്കരിച്ചിട്ടുള്ളത്? ഇന്നത്തെ ജുമുഅ ദിവസത്തില് എത്ര ആളുകളാണ് ജുമുഅയുടെ 2 റക്അത്തും കിട്ടിയ എത്ര ആളുകളുണ്ട്? ചില ആളുകൾ ജുമുഅ നിസ്കാരത്തിന് കടന്നു വരുന്നത് അതാ ഖതീബ് 2ാമത്തെ റക്അത്തിൽ, ജുമുഅയുടെ 2ാമത്തെ റക്അത്തിൽ ആകുമ്പോഴാണ് പല ആളുകളും ഓടിപ്പിടിച്ചു വരുന്നത്. അതുവരെ പിണർമുണ്ട മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് നിന്നിട്ട് വെറുതെ സൊറ പറഞ്ഞു നിന്നിട്ട്, അല്ലാഹുവേ വെറുതെ വർത്തമാനം പറഞ്ഞു നിന്നിട്ട് ഖതീബ് ഉസ്താദ് ഖുത്ബ ഓതുന്ന സമയത്ത് ഓടി വരുന്ന ആളുകളില്ലേ, മനഃപൂർവ്വം ഓടി വരുന്ന ആളുകളില്ലേ, എന്തെങ്കിലും തിരക്കുണ്ടായതിന്റെ പേരിലല്ല, കുറച്ചുകൂടി കഴിയട്ടെ, എന്തിനാണ് നേരത്തെ പള്ളിയിൽ പോകുന്നത്, ഖുത്ബ കഴിഞ്ഞല്ലേ നിസ്കാരം, ആ നിസ്കാരത്തിന് ചെന്നാൽ പോരെ എന്നൊക്കെ വിചാരിച്ചിട്ട് മനഃപൂർവ്വം ജുമുഅ നമസ്കാരത്തിന് പിന്തിപ്പോകുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റണേ. അല്ലാഹുവിനോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റണം. അല്ലാഹുവിനോടുള്ള ബാധ്യത എങ്ങനെയാ നിറവേറ്റേണ്ടത്? നിസ്കാരം ക്ലിയർ ആക്കണേ, ഖുർആൻ ഓതണേ, നോമ്പ് പിടിക്കണേ, സകാത്തിന്റെ ആ ഒരു സമയമായാൽ നമ്മൾ സകാത്ത് കൊടുക്കണേ, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണേ, പൈസ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണേ, മറ്റുള്ളവരെ സഹായിക്കണേ, ഇതുപോലുള്ള ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കണേ. ഇതൊക്കെ എന്താണ്? അല്ലാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ്.
അള്ളാഹു നമുക്ക് എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ പറയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്റെ സുഹൃത്തിന്റെ വാപ്പ തിരുവനന്തപുരം RCCയിലെ ക്യാൻസർ റീജിയണൽ സെന്റർ അവിടെ ചെന്ന് അവിടെ ഒരു ചികിത്സാർത്ഥം ആ വാപ്പയെ കാണാൻ വേണ്ടി പോയ സമയത്ത് പോകുന്നത് വെള്ള ജുബ്ബയും മുണ്ടൊക്കെ കൊടുത്താ പോകുന്നത്. അപ്പൊ കണ്ടാൽ ഒരു മുസ്ലിയാരുടെ ലുക്കുള്ളത് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ വെച്ച് ഓടി വന്നു. ഒരു ചെറുപ്പക്കാരനായ ആള്, ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം, എന്റെ വാപ്പക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. എന്താ വാപ്പക്ക് പറ്റിയത്? എന്റെ വാപ്പ 6 മാസമായി RCCയിൽ കിടക്കുകയാണ്. 6 മാസമായി RCCയിൽ കിടക്കുകയാണ്. ഡോക്ടർമാര് പരിശോധനയോടുകൂടി പരിശോധന, ബ്ലഡ് എടുക്കുന്നു, മൂത്രമെടുക്കുന്നു, അതുപോലെ മറ്റ് ടെസ്റ്റുകൾ നടത്തുന്നു. എന്താണ് അസുഖമെന്നറിയില്ല. വാപ്പ എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ ഛർദ്ദിച്ച് കളയും. ഛർദ്ദിച്ച് അത് രക്തത്തോടു കൂടിയാ ഛർദ്ദിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് അതിനെ ടെസ്റ്റ് അയച്ചിട്ടുണ്ട്. ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം. 6 മാസമായി എന്റെ വാപ്പ എന്തെങ്കിലും ഈ വായ കൊണ്ട് കഴിച്ചിട്ട് കുടിച്ചിട്ട് 6 മാസത്തോളം ട്യൂബിലൂടെ ഒരു ദ്രാവകം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക ശരീരത്തിലൂടെ. കാരണം ഒന്നും കഴിക്കാൻ പറ്റും, അപ്പൊ തന്നെ ഛർദ്ദിക്കും. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഞാൻ പതിയെ ചോദിച്ചു, മൂപ്പരുടെ കോലം കണ്ടപ്പോ ചോദിച്ചു, പൈസയൊക്കെ എങ്ങനെയാ? എന്റെ പൊന്നുസ്താദെ, എന്റെ വാപ്പ ആരെന്നറിയോ? കോട്ടയം ജില്ലയിലെ അറിയപ്പെട്ട വ്യാപാരിയാണ്. ഞങ്ങൾക്ക് ഒരു മാസം 3 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് വാടക ഇനത്തിൽ കിട്ടും. പൈസ ഒന്നും പ്രശ്നമല്ല ഉസ്താദെ, പൈസ ഒന്നും പ്രശ്നമല്ല. അള്ളാഹു വാരിക്കോരി തന്നിട്ടുണ്ട്. പക്ഷേ പൈസയേക്കാൾ ഏറ്റവും വലുത് ആരോഗ്യമാണല്ലോ, അള്ളാഹു തന്ന അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഉസ്താദെ നിങ്ങളൊന്ന് ദുആരക്കണം. അവിടെ പൈസയല്ല പ്രശ്നം, ആരോഗ്യമാണ്. നമുക്കൊക്കെ അള്ളാഹു ആരോഗ്യം തന്നു. അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. RCCയിൽ ചെല്ലണം. കണ്ണിന്റെ പോളയിൽ ക്യാൻസർ വന്നവരുണ്ട്. കണ്ണിങ്ങനെ തുറിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നു. കണ്ടാൽ പേടിയാകും. അതുപോലെ മലദ്വാരത്തിൽ ക്യാൻസർ, അതായത് ഇങ്ങനെ അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ചുരുണ്ട് കിടക്കുകയാണ്. തൊണ്ടയിൽ ക്യാൻസർ, കവളിൽ ക്യാൻസർ, മൂക്കിന്റെ ഉള്ളിൽ ക്യാൻസർ. ആ ഒരു അസുഖം ആർക്കെല്ലാം വന്നിട്ടുണ്ടോ പടച്ചവനെ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. ആ രോഗം വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ആ രോഗാണു ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അത് നീ ശിഫയാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നമ്മളെപ്പോഴും അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി മാറണം. എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു സ്വഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയാ ദുആ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയാ നബിയേ ഞാൻ ദുആ ചെയ്യേണ്ടത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദുആയുണ്ട്. എന്റെ ഉമ്മമാരെ പഠിച്ചു വെച്ചോ, എന്റെ ഉപ്പമാരെ പഠിച്ചു വെച്ചോ. നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും ഈ ദുആ നമ്മൾ ഉൾപ്പെടുത്തണേ. ഏതാണ് ആ ദുആ? നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, നിങ്ങൾ എപ്പോൾ ദുആ ചെയ്താലും ഈ ഒരു ദുആ നിങ്ങൾ ആഡ് ചെയ്യണേ. ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. ചെറിയൊരു ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അർത്ഥം പറഞ്ഞുതരാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി നിശ്ചയമായും ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുകയാണ്, അൽ അഫ്വ, എന്റെ പാപങ്ങൾ പുറത്തു തരണം. അല്ലേ, പാപങ്ങൾ പൊറുക്കണം, തെറ്റുകൾ പൊറുക്കണം. അതോടൊപ്പം തന്നെ വൽ ആഫിയ, എന്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണം. മരിക്കുന്ന സമയത്ത് ആരും പറഞ്ഞു തരാതെ എനിക്ക് സ്വന്തമായി കലിമ പറയാൻ പറ്റണം. എന്റെ നാവിനൊരു കുഴപ്പവും ഉണ്ടാവരുത്. മരിക്കുന്നതിന് മുമ്പ് അവസാന വഖ്തും അല്ലാഹ് എനിക്ക് നിന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിസ്കരിക്കണം. നിസ്കാരം ഖളാ ആക്കാൻ പറ്റാത്ത, നിസ്കാരം ഖളാ ആക്കേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്ക് തരരുത്. ആരോഗ്യം വേണം. എന്റെ മകൻ, എന്റെ മക്കള് എന്നെ നോക്കി ഈ വാപ്പ എന്താ മരിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ നീ എത്തിക്കരുത്. അല്ലേ, അങ്ങനെ നമ്മൾ ദുആരക്കണം. അല്ലാഹ് ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്. അപ്പൊ ഈ ദുആ പഠിച്ചു വെച്ചോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. 2 ദുആ പറഞ്ഞിട്ടുണ്ട്.
2 ദുആ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ദുആ നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഇപ്പൊ പറഞ്ഞ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ദുആ ചെയ്യണം. ഇന്ന് കേരളത്തിൽ ഇപ്പോ അല്ലെ നമ്മുടെ മഹല്ലിൽ ഇപ്പോ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലെന്നല്ല പലവിധ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അതുപോലെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് കേരളത്തിന്റെ പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് ചെറുപ്പക്കാരികള് ജോലി ആവശ്യാർത്ഥം വരുന്ന ഒരു സ്ഥലമാണ് ഇൻഫോ പാർക്കിന്റെ അല്ലെ ആ ഒരു ഏരിയയാണ്. ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാര് വഴിതെറ്റി പോവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പോലീസ് വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാ. ആരാണ് എവിടെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അല്ലെ കള്ളുപയോഗിക്കുന്നത്? കേരളത്തിൽ 3,34,00,000 ജനങ്ങളാണ്. കേരളത്തിലെ കണക്കാ പറയുന്നത്. ഒരു വർഷം 50 കോടിയിലധികം പൈസയുടെ മദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു തീർക്കുന്നതെന്നാണ്. ഓണവും ക്രിസ്മസും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെ കണക്കാ പറയുന്നത്. റോഡ് അപകടങ്ങളിൽ 60%, കുടുംബ കലഹങ്ങളിൽ 85%, കൊലപാതകങ്ങളിൽ 45% ഇന്ന് കള്ളുകുടി കൊണ്ടാണ് വരുന്നതെന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. മദ്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഭീകരമാണ് മയക്കുമരുന്നുകൾ. ഡ്രഗ്സ്, കഞ്ചാവുണ്ട്, MDMA, ഹെറോയിൻ, കൊക്കൈൻ, ചരസ്, ഹാൻസ്, ഹാഷിഷ്, ബ്ലാക്ക്, കറുപ്പ്, എത്രയോ പേരുകളാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന പേരാട്ടോ. നമ്മൾ പറയുന്ന പേരാണ് കഞ്ചാവ്, MDMA എന്നൊക്കെ. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഐറ്റം അങ്ങനെയൊക്കെ പറയണം. ചില പേരുകൾ ഐറ്റം ഉണ്ട്, അല്ലെങ്കിൽ S ഉണ്ട്, സാധനമുണ്ട്, അങ്ങനെയൊക്കെ പറയുള്ളൂ. നമുക്കൊന്നും മനസ്സിലാവില്ല. തുള്ളിയുണ്ട്. ഒരു തുള്ളിക്ക് 2,500 രൂപയാണ്. അതൊന്ന് നാക്ക് നീട്ടിയിട്ട് നാക്കിലേക്ക് ഇറ്റിക്കും. അതങ്ങോട്ട് ചെന്നാ എന്റെ ഉസ്താദേ പിന്നെ സ്വർഗം. കയ്യിലിങ്ങനെ പോറൽ വരുത്തും, കാലിന്റെ പുറകിൽ ബ്ലേഡ് കൊണ്ട് പോറും. അതിൽ ഒരു എന്താ പറയാ, നമ്മളിപ്പോ പൊട്ടിയാൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊട്ടിയാൽ നമ്മൾ ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെ അവിടെ ഒട്ടിച്ചു വെക്കും. സ്റ്റാമ്പുണ്ട്, നാക്കിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കും. രഹസ്യഭാഗങ്ങളിൽ അതുപോലെ തന്നെ മുറിവുണ്ടാക്കിയിട്ട് അവിടെയും ഇറ്റിക്കുന്ന മരുന്നുകളുണ്ട്. പുകയുണ്ട്, പുക. മലപ്പുറം ജില്ലയില് എവിടെയാ അങ്ങോട്ട് പോയാൽ മതിയല്ലോ, എല്ലാ ഗുലുമാലും ഉണ്ട് അവിടെ. എന്നാൽ കൗമാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് ബാക്കിയുള്ള സ്ഥലത്തില്ല എന്നല്ലോട്ടെ, എല്ലാ സ്ഥലത്തും ഉണ്ട്, അവിടെയും ഉണ്ട്.